കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ശ്രീ കുരുമ്പയെ മനസ്സിൽ ധ്യാനിച്ചു. ആശ്വാസത്തിൻ്റെ മടിത്തട്ടിലേക്കാണ് ചെല്ലുന്നത്, അനുപമമായ ശക്തിപീഠത്തിലേക്ക്. ഏതേത് സങ്കടങ്ങൾക്കാണ് അമ്മ അറുതി വരുത്താത്തത്, ഏതേത് ദൗർബല്യങ്ങളെയാണ് അമ്മ കൂടൊഴിക്കാത്തത്. ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത എന്ന മന്ത്രത്തിൻ്റെ പൊരുളാണമ്മ. അഷ്ടഭുജങ്ങളുമായി അമ്മ അലങ്കാരദീപ്തിയിൽ അനുഗ്രഹവർഷം ചൊരിയുന്ന കൊടുങ്ങല്ലൂർ കാവ്. പഴക്കം എത്രയെന്ന് നിർണയിക്കാനാവില്ല അമ്മയുടെ കോവിൽ ഇവിടെ ഉയർന്നിട്ട്. എങ്കിലും വിദൂരമായ ഒരു ഭൂതകാലത്തിൻ്റെ നിറസ്പന്ദനങ്ങളാൽ മുഖരിതമാണ് ഈ ദിവ്യസന്നിധി. മലയാള നാടിൻ്റെ ചരിത്രത്തിന് ആഴവും പരപ്പും നൽകിയ ഭൂമിക. കാവിലമ്മയുടെ കോവിൽ പൗരാണികതയുടെ ശാദ്വലതയാണ്. തമിഴ് സാഹിത്യത്തിലെ അമൂല്യരത്നമായ ചിലപ്പതികാരത്തിന് കളമൊരുക്കിയതും ഇവിടമാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇളങ്കോവടികൾ കൊടുങ്ങല്ലൂർ സന്ദർശിച്ച വേളയിൽ അവിടെയുണ്ടായ ഒരു അഗ്നിബാധയ്ക്ക് സാക്ഷ്യം വഹിച്ചു അത്രേ. പുരം കത്തിയാളുന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാമുദ്രയായി അവശേഷിക്കുകയും പിൽക്കാലത്ത് ക്രോധത്താൽ പുരമെരിക്കുന്ന കണ്ണകിയുടെ കഥ അദ്ദേഹം ആവിഷ്കരിക്കുകയുമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ. കൊടുങ്ങല്ലൂരമ്മയെ തമിഴ് സാഹിത്യകൃതിയായ ചിലപ്പതികാരത്തിലെ കണ്ണകിയായി കണ്ട് ആരാധിക്കുന്നവരുണ്ട്. കോവലനെ നഷ്ടപ്പെട്ട കണ്ണകിയുടെ അവതാരമൂർത്തിയായി. ഭക്തർക്ക് അവാച്യമായ അനുഭൂതി പകരുന്ന ക്ഷേത്ര സന്നിധിയാണ് കൊടുങ്ങല്ലൂരിലേത്. കൊടുങ്ങല്ലൂർ കാവിൻ്റെ അന്തരീക്ഷത്തിന് തന്നെയുണ്ട് സവിശേഷതകളേറെ. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുമ്പോഴും പ്രകൃത്യമ്പയുടെ നിറസാന്നിധ്യം ഭക്തർക്കിവിടെ അനുഭവവേദ്യമാകും. ക്ഷേത്ര പരിസരത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ മുതൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽമരങ്ങളെ കാണാം. അവ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് പോലെ തന്നെ അനേകം വേരുകളുടെ പടർപ്പുകളെ മണ്ണിലേക്കും അയക്കുന്നു. വൃക്ഷശിഖരങ്ങളിൽ നിന്നും ഊർന്നിറങ്ങുന്ന എണ്ണമറ്റ വേരുകൾ ഏതോ പ്രാക്തന സ്മൃതി രൂപങ്ങളായി കാണപ്പെടുന്നു. ആ മഹാവൃക്ഷങ്ങളുടെ തണലുകളിൽ ഒരുക്കിയ തറകളിലിരിക്കുമ്പോൾ വിസ്മയാവഹമായ ശാന്തി ഉടലും ഉയിരും അറിയുന്നു. ചേരകാലഘട്ടത്തിൽ നിലവിൽ വന്ന ഈ ക്ഷേത്രം കേരളത്തിലെ ആദ്യത്തെ കാളിക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു. ആദിപരാശക്തിയായ ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഈ സങ്കേതം ദക്ഷിണേന്ത്യയിലെ ശാക്തേയ ഉപാസകരുടെയും പരാശക്തി ഉപാസകരുടെയും ദേവീ ഭക്തരുടെയും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. കേരളത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് കൊടുങ്ങല്ലൂരിലെ അമ്മ. കൊല്ലൂരിലെ മൂകാംബികയും പാലക്കാട് ഹേമാംബികയും കന്യാകുമാരിയിലെ ബാലാംബികയുമാണ് മറ്റു 3 അംബികമാർ. കേരളത്തിലെ തന്നെ 64 ഭഗവതീ ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂരിനെ കണക്കാക്കപ്പെടുന്നത്. പ്രാർത്ഥനാപൂർവം കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യത്തെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളാണവ. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടവനാണ് ഇവിടെ കണ്ണകിയെ പ്രതിഷ്ഠിച്ച് ആദ്യമായി ക്ഷേത്ര നിർമ്മാണം നടത്തിയത്. ചിലപ്പതികാരത്തിലെ വീരവനിതയായ കണ്ണകിയുടെ പ്രതിഷ്ഠയായിരുന്നു അത്. ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവന്ന ശില ഉപയോഗിച്ചാണ് അന്ന് കണ്ണകി വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത്. പ്രതിഷ്ഠാ ചടങ്ങുകളിൽ സിലോണിലേത് ഉൾപ്പെടെയുള്ള അനേകം രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു. 2-ാം നൂറ്റാണ്ടിൽ സിലോൺ ഭരിച്ചിരുന്ന ഗജബാഹു രാജാവ് വഞ്ചിനാടെന്ന് അറിയപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂരിൽ എത്തി പത്നി ദേവിയുടെ പ്രതിഷ്ഠാ മഹോത്സവത്തിൽ പങ്കെടുത്തതായി രേഖപ്പെടുത്തലുകൾ ഉണ്ട്. പത്തിനിക്കടവുൾ എന്നാണ് കണ്ണകിയെ വിശേഷിപ്പിച്ചിരുന്നത്. കണ്ണകി മഹാകാളിയിലേക്ക് ലയിച്ചതായാണ് വിശ്വാസം. ബുദ്ധ ജൈനമതങ്ങളുടെ വിശ്വാസധാരകളുമായി പിൽക്കാലത്ത് ഈ ക്ഷേത്രം ബന്ധപ്പെട്ടിരുന്നുവെന്നും ശൈവമതത്തിൻ്റെ പ്രചാരത്തോടെ ഈ ശാക്തേയ സന്നിധി പാർവതീ പര്യായമായി തീർന്നുവെന്നും ആദ്യകാല ശാക്തേയർക്ക് ആണ്ടിലൊരിക്കൽ ഇവിടെ സന്ദർശിക്കാൻ അനുമതി നൽകിയെന്നുമാണ് പറയപ്പെടുന്നത്. ആ കാളിയാണ് കൊടുങ്ങല്ലൂരമ്മ. എങ്കിലും പല ഭാവങ്ങളിലാണ് ദേവി ആരാധിക്കപ്പെടുന്നത്. ആദിപരാശക്തി, ഭുവനേശ്വരി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ സർവഭാവങ്ങളിലും അമ്മയെ സങ്കല്പിക്കുന്നു. മനോഹരമായ കാർമേഘം പോലെ കറുത്തവളായതിനാൽ കരിങ്കാളി എന്നും കാവിലമ്മയ്ക്ക് പേരുണ്ട്.
ഈ മഹാകാളിയാണ് പ്രധാന പ്രതിഷ്ഠ. അമ്മയുടെ അവതാര ലക്ഷ്യങ്ങൾ പലതാണ്. മധുകൈടവന്മാർ, ചണ്ടമുണ്ടാസുരർ, ദാരികദാനവർ എന്നിവരെ ഇല്ലായ്മ ചെയ്ത ദേവിയാണ് കാളി. ചാമുണ്ടിയായും ചണ്ഡികയായും ദേവി അറിയപ്പെടുന്നുണ്ട്. പരശുരാമൻ തപസ്സു ചെയ്ത് പരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും മഹാമേരു ചക്രത്തിൽ കാളിയെ ആവാഹിച്ചെടുത്ത് പ്രതിഷ്ഠിച്ചുവെന്നും ഐതിഹ്യം നിലനിൽക്കുന്നു. പിൽക്കാലത്ത് ശങ്കരാചാര്യരാണ് ദേവിയെ ഇന്നത്തെ ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരിയായി ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചത്. പൗരാണിക കേരളത്തിൻ്റെ സർവരക്ഷാർത്ഥം പ്രതിഷ്ഠിക്കപ്പെട്ട 4 ദേവതമാരിൽ ലോകാംബികയാണ് കൊടുങ്ങല്ലൂരിലെ ഭഗവതി. മഹാകാളിക്കൊപ്പം തുല്യപ്രാധാന്യത്തോടെ മഹാദേവനും സപ്തമാതാക്കളും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. മഹാകാളി രഹസ്യ അറയിൽ ശ്രീചക്ര സമേതയായി കുടികൊള്ളുന്നു. ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി, പഞ്ചമി, കൗമാരി, ചാമുണ്ടി എന്നിവരാണ് സപ്തമാതാക്കൾ. 5 ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന സവിശേഷതയും കൊടുങ്ങല്ലൂർ കാവിനുണ്ട്. ദുരിതങ്ങൾക്ക് അറുതി വരുന്നതിനും മാറാരോഗങ്ങൾ, ആപത്തുകൾ എന്നിവയ്ക്ക് ശമനം നേടുന്നതിനും ഭക്തർ കാവിലമ്മയെ ഭജിക്കുന്നു. ഇപ്പോഴുള്ള ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 300 മീറ്റർ തെക്കുമാറിയാണ് സാക്ഷാൽ ശ്രീകുരുമ്പയുടെ മൂലസ്ഥാനം. ചേരൻ ചെങ്കുട്ടവൻ പത്തിനിക്കടവുൾ പ്രതിഷ്ഠ നടത്തിയത് ഇവിടെയാണ്. 10 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രഭൂമിയിലാണ് കൊടുങ്ങല്ലൂർ കാവ്. ധ്വജപ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രമാണിത്. ദേവിക്കൊപ്പമുള്ള മഹാദേവ പ്രതിഷ്ഠയ്ക്ക് അനുസൃതമായാണ് ക്ഷേത്ര നിർമ്മാണം നടന്നിട്ടുള്ളത്. ക്ഷേത്രത്തിനകത്തുള്ള രഹസ്യ അറയിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച മഹാമേരു ചക്രവും ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും മഹാകാളി പ്രതിഷ്ഠയും ഉണ്ട്. നാലമ്പലത്തിന് അകത്തുള്ള പള്ളിമാടത്തിലാണ് ദേവിയുടെ പവിത്രമായ വാളും ചിലമ്പും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അശ്വതിക്കാവു തീണ്ടലിന് നടയടച്ചതിന് ശേഷം പിന്നീട് നട തുറക്കുന്നതുവരെ ഭക്തർ പള്ളിമാടത്തിലാണ് വഴിപാടുകൾ നടത്തുന്നത്. ശ്രീ കൊടുങ്ങല്ലൂർ കാവിലമ്മയുടെ ദർശന സൗഭാഗ്യത്തിനായി നിത്യേന നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത്. കൊടുങ്ങല്ലൂർ മഹത്തായ ഒരു നാട്ടു സംസ്കൃതിയുടെ ഈറ്റില്ലമാണ്. വൈവിധ്യമാർന്ന നിരവധി ആരാധനാരീതികളുടെ സമന്വയവും നമുക്കിവിടെ കാണാനാകും. ഈ മതിലകത്ത് കാലുകുത്തുമ്പോൾ സഹസ്രാബ്ദങ്ങളുടെ സ്മരണകളും ചരിത്രത്തിൻ്റെ അടയാളങ്ങളും ആധ്യാത്മികതയുടെ അവാച്യ അനുഭവങ്ങളും വിസ്മയാവഹമായ വർത്തമാനവും അവയുടെ സങ്കടങ്ങളും ചാരിതാർത്ഥ്യങ്ങളും വാളും ചിലമ്പുമേന്തി ചെമ്പട്ടൊടുത്ത കോമരങ്ങളും തീവ്രഭക്തിയുടെ തീക്ഷ്ണതകളും തീർത്ഥാടകരിലേക്ക് കടന്നുവരും. സർവരക്ഷകയായ മഹാകാളി ഏവരെയും അനുഗ്രഹിക്കട്ടെ.